സഹോദരങ്ങളെ, ചതിയുടെ പേരിൽ സങ്കടപ്പെട്ട് ക്ലേശത്തിലകപ്പെട്ടിരിക്കുമ്പോൾ അല്ലാഹു പറയുകയാണ്, ഫലാ തബ്തഇസ് ബിമാ കാനൂ യഅമലൂൻ. ഒരിക്കൽ പോലും അല്ലാഹു പറയുകയാണ്, അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാൻ പാടില്ല, ഒരിക്കലും പ്രയാസപ്പെടാൻ പാടില്ല. ഇത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. സഹോദരങ്ങളെ, നാലാമതൊരു മനുഷ്യൻ നേരിടുന്ന ക്ലേശമേതെന്നറിയോ? മറന്നുപോകല്ലേ, ഒന്ന് പാപമാണ്, മറ്റൊന്ന് ജീവിതത്തിന്റെ നഷ്ടകഷ്ടങ്ങളാണ്, മൂന്നാമത്തേത് മറ്റുള്ളവരുടെ ചീറ്റിംഗ് ആണ്, ചതിയാണ്. ഇനി നാലാമത് നമ്മൾ നേരിടുന്ന പ്രശ്നമേതെന്നറിയോ? സഹോദരങ്ങളെ, നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് ഭരണാധികാരികളുടെ ഭീകരതയാണ്, അധികാരികളുടെ ഭീകരതയാണ്, നീതി നിഷേധിക്കപ്പെടലാണ്. ആ നീതി നിഷേധം നമുക്കുണ്ടായി പോയാൽ അല്ലാഹു പറയുന്നു, നിങ്ങളെ ക്ലേശത്തിലാണ് ഞാൻ സൃഷ്ടിച്ചത്. നിങ്ങൾ നീതിയുടെ നിഷേധത്തിന്റെ പേരിൽ സങ്കടപ്പെടുമ്പോ അല്ലാഹു പറയുകയാണ്, ഫലമ്മാ ജാഅഹു تخف نجوت من القوم الظالمين. വിശുദ്ധ ഖുർആൻ പറയുകയാ, ഫലമ്മാ ജാഅഹു വഖസ്സ അലൈഹിൽ ഖസസ് ഖാല നഹ്നു ഖാല ലാ തഖഫ് നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ. സഹോദരങ്ങളെ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഭരണകൂടത്തിന്റെ ഭീകരമായ തേർവാഴ്ചക്കെതിരെ ശക്തമായ നിലയിൽ പോരാടി. അവസാനം അവിടത്തെ ആളുകളോട്, അവിടത്തെ ആ ഭരണാധികാരികളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് ഒരു മനുഷ്യനെ കൊല്ലേണ്ടൊരവസ്ഥയുണ്ടായി. പിടിച്ചു മാറ്റിയപ്പോൾ അവന് വീണ് മരിച്ചുപോയതാണ്. അവിടെ നിന്ന് നാട് വിട്ട് മദീനയിലേക്ക് വരുന്നു. ആ മദീനയിലേക്ക് വരുമ്പോൾ സഹോദരങ്ങളെ, മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ അകപ്പെടുകയാ. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വന്നു മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. ശുഐബ് നബിയുടെ മുമ്പിൽ വന്നിട്ട് കഥകളെല്ലാം പറഞ്ഞു. ആ കഥകൾ കേട്ടിട്ട് ശുഐബ് നബി മൂസാ നബിയോട് പറഞ്ഞ വാക്കെന്തെന്നറിയോ? ലാ തഖഫ് നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ. ലാ തഖഫ്, നീ പേടിക്കണ്ട, ഭയപ്പെടരുത്. എന്തിനു പേടിക്കണം? ആരെ ഭയക്കണം? നമ്മൾ ആരെ പേടിക്കണം? സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസി സംബന്ധിച്ചിടത്തോളം അവനെ അള്ളാഹു സൃഷ്ടിച്ചത് തന്നെ ക്ലേശത്തിലാണ്. അതിന്റെ നാലാമത്തെ തലം ഭരണാധികാരികളിൽ നിന്നുണ്ടാകുന്ന ക്ലേശമാണ്. അതിൽ നമ്മൾ എന്തിനു പേടിക്കണം? നമ്മൾ എന്തിനു ഭയപ്പെടണം? നിങ്ങൾ നോക്ക്, ശുഐബ് നബിയുടെ മുമ്പിൽ അകപ്പെടുകയാ മൂസാ നബി അലൈഹിസ്സലാം. ആരാ കൊണ്ടെത്തിച്ചത്? അള്ളാഹു. തന്റെ കൗമിൽപ്പെട്ട ഒരാളും അതേപോലെ ഫിർഔനിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളും തമ്മിൽ ഒരു വാക്കേറ്റം നടക്കുമ്പോ ആ വാക്കേറ്റത്തിലും മധ്യസ്ഥനായി വരേണ്ട മൂസാ നബി അലൈഹിസ്സലാം ആ മനുഷ്യനെ പിടിച്ചങ്ങോട്ട് മാറ്റുമ്പോഴാണ് അയാൾ വീണിട്ട് ശക്തനായ മൂസാ നബിയുടെ ആ ശക്തമായ പ്രതിരോധത്തിന്റെ പേരിൽ അയാൾ വീണു മരിച്ചു. ഇയാൾ വീണു മരിക്കുമ്പോ ന്യായമായിട്ടും ആ രഹസ്യം ആരാണ് കൊന്നത് എന്ന് ഭരണാധികാരി അറിഞ്ഞിട്ടില്ല, ഫിർഔൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഈ വഴക്കാളിയായ തന്റെ കൗമിപ്പെട്ടവൻ വേറൊരുത്തനോടൊപ്പം ഉടക്കുണ്ടാക്കുന്നു. യവനാണ് കഴിഞ്ഞ പ്രാവശ്യം മറ്റയാളോടൊപ്പം ഉടക്കുണ്ടാക്കിയത്. ഇയാൾ വീണ്ടും പോയി തലയിട്ട് പ്രശ്നം ഉണ്ടാക്കി. മൂസാ നബി അലൈഹിസ്സലാം വന്നിട്ട് ഇവനോട്, സ്വന്തം കൗമിപ്പെട്ടവനോട് പറഞ്ഞു, നിനക്ക് തന്നെയാടാ പണി എന്ന് ചോദിച്ചിട്ട് അവന്റെ നേരെ അങ്ങോട്ട് ചെന്നപ്പോ അവൻ കരുതി നേരത്തെ മരിച്ചുപോയ ആളിനെ പോലെ താനും കൊല്ലപ്പെടുമെന്ന് കരുതിക്കൊണ്ട് ഇയാൾ മൂസാ നബിയോട് പറഞ്ഞു, അന്ന് കൊന്നതുപോലെ എന്നെ കൊന്നുകളയല്ലേ എന്ന് പറഞ്ഞു. ഇതാര് കേട്ടു? ശത്രുവായ മനുഷ്യൻ കേട്ടിട്ട് രാജാവിനോട് വിവരം പറയാൻ, നമ്മുടെ കൗമിൽപ്പെട്ട ജനതയിൽപ്പെട്ട അയാളെ കൊന്നുകളഞ്ഞത് ഈ മൂസയാണ് എന്ന വിവരം അറിഞ്ഞപ്പോൾ ഭരണകൂടത്തിൽ നിന്ന് ശക്തമായ എതിർപ്പുണ്ടായി. ആ ഭരണകൂടം തന്നെ തുറുങ്കിലടയ്ക്കുമെന്ന് കണ്ടപ്പോൾ ദയായിക്ക് രാമാനം നാടുവിടുകയാണ്. നാട് വിട്ട് നേരെ, അള്ളാന്റെ കൽപ്പനയാണ്, ഇതൊക്കെ ഒരു സബബാണ്, നേരെ വന്നു മദീന ജലാശയത്തിന്റെ അടുത്തെത്തുമ്പോൾ
കുറെ സ്ത്രീകൾ വെള്ളം കോരാതെ മാറി നിൽക്കുകയാ. അവിടത്തെ ചെറുപ്പക്കാര് വെള്ളം കോരിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ച കാണുകയാണ്. ആ സമയത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ആ സ്ത്രീകളോട് ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്തേ വെള്ളം കോരുന്നില്ലേ? അവര് പറഞ്ഞു, ഞങ്ങളുടെ പിതാവ് വളരെ ക്ഷീണിതനാണ്, വൃദ്ധനാണ്, വീട്ടില് വേറെ ആണുങ്ങളാരുമില്ല, ഞങ്ങൾ വെള്ളം കോരാൻ വന്നതാ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെള്ളം കോരാൻ അങ്ങോട്ട് അടുക്കാൻ പോലും പറ്റുന്നില്ല. ചെറുപ്പക്കാര് വെള്ളം കോരുകയാ, ഒട്ടകങ്ങളെ വെള്ളം കുടിപ്പിക്കുകയാ, ആട്ടിൻപറ്റങ്ങൾക്ക് വെള്ളം കൊടുക്കുകയാ. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം അവരിൽ നിന്ന് പാത്രം വാങ്ങുകയാണ്, കുടം വാങ്ങുകയാണ്. എന്നിട്ട് ജലാശയത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ ചെറുപ്പക്കാര് തിങ്ങിക്കൂടി നിൽക്കുമ്പോ ഒരു വലിയ പാറ, ആ പാറ മൂസാ നബി എടുത്തങ്ങ് മാറ്റിയിട്ട് അതിൽ നിന്ന് വെള്ളം കോരുകയാ. ആ ശേഖരിച്ച വെള്ളം കൊണ്ടുവന്ന് മൂസാ നബി അലൈഹിസ്സലാം പെൺകുട്ടികളുടെ കയ്യിൽ കൊടുക്കുമ്പോ അവര് സന്തോഷത്തോടെ തിരിച്ചു വീട്ടിലേക്ക് പോയി. വാപ്പ ചോദിച്ചു, മക്കളെ പെട്ടെന്ന് എന്താ തിരിച്ചു വന്നത്? വാപ്പ, ഇന്ന് ഞങ്ങളെ സഹായിക്കാൻ ഒരു ചെറുപ്പക്കാരൻ വന്നു. വാപ്പ കട്ടിലിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, പൊന്നുമക്കളെ, അവൻ ഈ നാട്ടുകാരനാവൂല, കാരണം ഈ നാട്ടുകാരങ്ങനെ നന്ദി കാണിക്കുന്നവരല്ലല്ലോ. അതുകൊണ്ട് പൊന്നുമക്കളെ, ആ ചെറുപ്പക്കാരൻ വിദേശിയാകാൻ സാധ്യതയുണ്ട്, കൂലി കൊടുക്കോ? ഇല്ല, കൂലി കൊടുത്തിട്ടില്ല, എന്നാൽ വിളിച്ചു കൊണ്ടുവാ, ഞാൻ അവർക്ക് കൂലി കൊടുക്കട്ടെ. മൂസാ നബി അലൈഹിസ്സലാം വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഓതുകയാണ്, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, നീ എന്ത് അനുഗ്രഹം തന്നാലും ഞാൻ അതിലേക്ക് ആവശ്യക്കാരനാ. ഇത് പറഞ്ഞു തീരുമ്പോൾ ആ പിതാവിന്റെ രണ്ട് പെൺമക്കളും ഓടിയെത്തുകയാ. ആ മക്കൾ വന്നിട്ട് പറഞ്ഞു, ആ വന്നതിൽ ആ സ്ത്രീ പറഞ്ഞു, അല്ലയോ ചെറുപ്പക്കാരാ, എന്റെ വാപ്പ നിങ്ങളെ ക്ഷണിക്കുകയാണ് കൂലി തരാൻ വേണ്ടിയിട്ട്. ആ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹിസ്സലാം എഴുന്നേറ്റു. എന്നിട്ട് ആ പെൺകുട്ടിയോടൊപ്പം വീട്ടിലേക്ക് പോകുമ്പോൾ, സഹോദരങ്ങളെ, ഈ ഈത്തപ്പന നാരുകൊണ്ട് നിർമ്മിക്കപ്പെട്ട കട്ടിലിലെ അവശനായ ഒരു ഉപ്പ കിടക്കുകയാ. ആ ഉപ്പയോ ആ സമയത്ത് അള്ളാന്റെ പ്രവാചകനായ കലീമുല്ലാഹി മൂസാ നബിക്ക് എന്ന റിസാലത്ത് കിട്ടിയിട്ടില്ല. മൂസാ നബി കാര്യങ്ങളെല്ലാം വിവരിച്ചപ്പോൾ ആ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞ വാക്കാണ്, ഖാലലാ തഖാഫ് നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ. ഖാലലാ തഖഫ് നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ. ഒരിക്കലും ഭയപ്പെടരുത്, അല്ലാഹു അക്രമികളിൽ നിന്ന് അങ്ങേ രക്ഷിച്ചിരിക്കുകയാ. മൂസാ നബി ചോദിച്ചു, നിങ്ങൾ ആരാ? ആ പനനാര് കൊണ്ട് നിർമ്മിക്കപ്പെട്ട, ഈത്തപ്പന നാര് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ കട്ടിലിൽ കിടക്കുന്ന വൃദ്ധൻ പറഞ്ഞു, ഞാനാണ് ശുഐബ് നബി അലൈഹിസ്സലാം. മൂസാ നബിക്ക് സന്തോഷമായി. മൂസാ നബി അലൈഹിസ്സലാം ആ പ്രിയപ്പെട്ട മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഇതിനിടയിൽ കുറെ കഥകൾ വേറെ ഉണ്ട്. കൂലി കൊടുക്കുന്ന രംഗവും, ആ കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ കൂലി, അതെന്റെ മോളെ കെട്ടലാണെന്നൊക്കെ പറയുന്ന രംഗം. ആ സമയത്ത് മകള് പറഞ്ഞു, വാപ്പ, നിങ്ങൾ കൂലി കൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ചെറുപ്പക്കാരൻ നല്ല വിശ്വസ്തനും നല്ല സത്യസന്ധനുമാണ്, നല്ല വിശ്വസ്തനും ശക്തനുമാണ്. ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയുൽ അമീൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, തെരഞ്ഞെടുത്ത ചെറുപ്പക്കാരൻ ശക്തനും വിശ്വസ്തനുമാണ്. ശുഐബ് നബി അലൈഹിസ്സലാം ചോദിച്ചു, മോളോട് നിനക്കെങ്ങനെ അറിയാം ഇയാള് വിശ്വസ്തനും ശക്തനുമാണെന്ന്? ശക്തനാണെന്ന് പറയാൻ കാരണം, വാപ്പ, 10 പേര് പിടിച്ചാ പൊങ്ങാത്ത പാറ ഈ മനുഷ്യ ഒറ്റയ്ക്കെടുത്ത് മാറ്റിയിട്ട് അതിൽ നിന്നാ വെള്ളം കോരി തന്നത്. മനസ്സിലായി, ഇയാൾ നല്ല ശക്തിയുള്ളവനാ. എന്നാൽ ഈ മനുഷ്യൻ വിശ്വസ്തനാണെന്ന് എങ്ങനെ ബോധ്യപ്പെട്ടു? ആ മോള് പറഞ്ഞു, വാപ്പ, ഞാൻ ചെന്നിട്ട് ഈ മനുഷ്യനെ വിളിച്ചു. വാപ്പ വിളിക്കാന്ന് പറഞ്ഞു. കൂടെ വന്നു. കുറെ ദൂരം കഴിഞ്ഞപ്പോ ഞാൻ മുന്നിലും ഇയാൾ പിന്നിലുമായിരുന്നു. കുറെ കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, പെണ്ണെ, നീ എന്റെ പിന്നിലു വാ, നീ നടക്കുമ്പോ നിന്റെ പുറകുവശം എന്റെ കണ്ണിൽ പെടുകയാ, അതുകൊണ്ട് അത് തെറ്റാണ്, നീ പിറകിൽ വാ, ഞാൻ മുമ്പേ നടക്കാം. പെണ്ണ് ചോദിച്ചു, നിങ്ങൾക്ക് വഴിയറിയില്ലല്ലോ? അപ്പൊ മൂസാ നബി പറഞ്ഞു, അത്രേ, ഞാൻ വഴി തെറ്റുകയാണെങ്കിൽ നീ ഒരു കല്ലെടുത്ത് എന്റെ ദേഹത്തെറിയണം, അപ്പൊ എനിക്ക് മനസ്സിലാവും വഴി തെറ്റി, അടുത്ത വഴി ഞാൻ തെരഞ്ഞെടുത്ത് നടക്കാം.
അപ്പൊ എനിക്ക് മനസ്സിലായി വാപ്പ ഈ മനുഷ്യൻ വിശ്വസ്തനാണ്. വാപ്പ ശുഐബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നുമോളെ കെട്ടിച്ചു കൊടുത്തു. ആ മകളയുമായിട്ട് നാട്ടിലേക്ക് പോകുമ്പോഴാണ് തൂർ സീനാ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് പ്രകാശത്തിന്റെ പ്രോജ്വലത കണ്ടിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തൗറാത്ത് കിട്ടി. ആ തൗറാത്ത് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ റിസാലത്തിന്റെ ആദ്യ ഘട്ടങ്ങൾ അവിടെയാണ് ആരംഭിക്കുക. സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാമിനോട് വാപ്പ ഭാര്യാപിതാവ് ശുഐബ് നബി പറഞ്ഞ വാക്കെന്താ? ഭരണകൂടത്തിന്റെ ഭീകരമായ താണ്ഡവത്തിൽ നിന്ന് നീ ഒരിക്കലും അതിന്റെ പേരിൽ ഭയക്കരുത്. കാരണം അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും. എന്ത് ചെയ്താൽ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ വലിയ ഒരു സന്ദേശം നമ്മുടെ ജീവിതത്തിൽ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. എന്താണെന്നറിയോ? അത് പറയാം. അതിനു മുമ്പ് ഇൻഷാ അല്ലാഹ് ആ ബക്കറ്റുകളൊന്ന് കൊണ്ടുവരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ്സിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. 1000 ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമായി കഴിയുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സഹോദരിമാർ, അതൊക്കെ പൂവണിയാൻ നല്ല നിയ്യത്തോടുകൂടി ഇൻഷാ അല്ലാഹ് നമുക്കിനി ഒരു 15-20 മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ തീർക്കും ഇൻഷാ അല്ലാഹ്. 11:15 ആകുന്നതിന് മുമ്പ് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. ഒരുപാട് ഇരുത്തി താമസിച്ച് സുബഹി നഷ്ടപ്പെടുത്താൻ ഞാനില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ബക്കറ്റ് കൊണ്ടുവരും. ആ ബക്കറ്റിൽ നിങ്ങൾ കാര്യമായ ഒരു സ്വതക്ക നിങ്ങൾ നിക്ഷേപിക്കണം. അള്ളാഹു ജാരിയായ സ്വതക്കയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മന്നാനി കൊണ്ടുപോയി, ബക്കറ്റ് കൊണ്ടുപോയി. ബക്കറ്റ് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി ഇല്ലേ? കൊണ്ടുപോയി, എല്ലാ ഭാഗത്തും പോയി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ബക്കറ്റ് ഓരോ പൈസ ഇട്ടാൽ മതി. ഒരു 3 സ്വലാത്ത് ചൊല്ലി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ മുഴുവൻ പാപങ്ങളും അല്ലാഹു അവന്റെ മഹലായ ഫദ്ൽ കൊണ്ട് പൊറുക്കുകയും ശിഷ്ടകാല ജീവിതം അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം നമ്മൾ. എന്നാൽ ഒരു ഭരണകൂടത്തിന്റെ ഭീകരതയിലും നമ്മൾ പെടില്ല. നിങ്ങൾ നോക്ക, അബ്ദുൽ നാസർ മഅദനിയെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ 4 മണിക്ക് അൻവാർ ശരീയിൽ വന്നതാണ്. അദ്ദേഹം 2 തവണ നാട് കടത്തപ്പെട്ടു. ഒരു തെറ്റും ചെയ്തിട്ടില്ല. പരിപൂർണ നിരപരാധിയാണ്. തെറ്റുകാരെന്ന് വിളിച്ചവർ പോലും നിങ്ങൾ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് വിട്ടയച്ചു. അപ്പോഴും നമ്മുടെ നേതാക്കന്മാര് സ്റ്റേജിൽ കയറിയ പറയുന്ന വാക്ക്, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, തെറ്റുകാരനല്ലെങ്കിൽ അദ്ദേഹം നിരപരാധിയായി വരട്ടെ. ഇതെന്തോ പറച്ചില്ല, അതെത്ര മോശപ്പെട്ട പറച്ചില്ല. ഇന്ന് ഞാൻ ഉസ്താദുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ വിഷയത്തെ പറ്റി ഞാൻ പറഞ്ഞതാണ്. എനിക്ക് അങ്ങനെയുള്ളവരോട് എതിർപ്പാണ്, ശക്തമായ എതിർപ്പാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറയാൻ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴല്ലേ നിരപരാധിയായി പുറത്തുവിട്ടത് കോടതി. പിന്നെന്തിനാ വാക്ക് നമ്മൾ പറയുന്നത്? അത് തന്നെ ഏറ്റവും വലിയ അസംബന്ധമാണ്. അത് പറയാൻ പാടില്ല. പിന്നെന്താ പറയുന്നത്? നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ശരിയാണ്, അദ്ദേഹം 2 പ്രാവശ്യം നാട് കടത്തപ്പെട്ടു. നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ചു നോക്ക്. അള്ളാഹു ഈ ഭരണകൂട ഭീകരതയിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി സ്ഫുടം ചെയ്തെടുത്തു. എന്താ കാര്യം എന്നറിയോ? അദ്ദേഹം ചെയ്തതുപോലെ ജനകീയ പ്രവർത്തനങ്ങൾ ലോകത്തൊരു മഖ്ലൂഖും ചെയ്തിട്ടില്ല, ഒരാളെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല. ജയിലിൽ കിടക്കുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു വിവാഹത്തിന്റെ പ്രശ്നം, ഒരു വിവാഹത്തിന്റെ ആവശ്യം വരുമ്പോ ഒരാൾ ആ വ്യക്തിക്ക് വിവാഹപ്രായമെത്തിയ പെൺകുട്ടി ഉണ്ടായിരിക്കവേ ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചയക്കാൻ കഴിയുന്നില്ല എന്ന സാഹചര്യം വന്നാൽ ഒരു നിമിഷം അദ്ദേഹം തന്റെ ഗ്രൂപ്പിൽ ഒരു വോയിസ് അങ്ങിടും. സ്വർണം എത്ര വേണോ അത്ര വരും. ഉളുഹിയ അറുത്ത് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഇടയ്ക്ക്. ഉളുഹിയ മൃഗത്തെ ഓഫർ ചെയ്യുമായിരുന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പിലെ കാര്യമായി പറയുന്നത്, ഞാനും ആ ഗ്രൂപ്പിന്റെ ഒരു അംഗമാണ്.
ഓരോരുത്തരും വാഗ്ദാനം ചെയ്യും, ഞാൻ 1 ഷെയർ, ഞാൻ 2 ഷെയർ, 7 പേര് കൂടുമ്പോ 1 മാട്, വീണ്ടും അടുത്ത 7 പേര് കൂടുമ്പോ 1 മാട്, ഒരാൾ ഒറ്റയ്ക്ക്. എന്നിട്ട് ആ ഇറച്ചി ഏറ്റവും ദരിദ്രരായ സമൂഹം താമസിക്കുന്ന പ്രദേശത്ത് വാങ്ങിയിട്ട് അവിടെ അറുത്തു കൊടുക്കുക. ഇതൊക്കെ കാരിരുമ്പഴികൾക്കുള്ളിൽ കിടക്കുമ്പോ ചെയ്ത കാര്യമാണ്. ജനകീയ പ്രവർത്തനങ്ങൾ, ആളുകൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴും അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്നിട്ട്, അദ്ദേഹത്തിന്റെ റൂമിലേക്ക് കയറി ചെന്നിട്ട് സങ്കടം പറയാൻ ആളുകളുണ്ട്. ഉസ്താദ് കടത്തിന്റെ മേൽ കടമാണ്. കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിലേ കേസ് സമ്പൂർണമായി വിധി പറയാൻ കഴിയുള്ളൂ. കാരണം ജഡ്ജിക്ക് ഒരൊറ്റ സിറ്റിങ്ങിന് തന്നെ എത്രയോ ലക്ഷം രൂപയാണ്. പക്ഷേ ആ പണ്ഡിതൻ ആ സമയത്തും തന്റെ മുന്നിൽ സങ്കടവുമായി വരുന്ന ആളുകൾക്ക് മതിയായത് കൊടുത്തുവിടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അള്ളാഹു നമുക്ക് ജനകീയ പ്രവർത്തനങ്ങൾ, ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടിയെ കെട്ടിക്കാൻ, ഒരു സാധുവിനെ സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതിലൂടെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ്. ഏതുപോലെ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനോട് ശുഐബ് നബി പറഞ്ഞതെന്താണ്? ലാ തഖഫ് നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ. ഭീകരന്മാരായ ഭരണാധികാരികളുടെ ശർറിൽ നിന്ന് അങ്ങ് രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയാനുണ്ടായ സാഹചര്യം എന്താണ്? ചിന്തിച്ചു നോക്കണേ. ഈ വാപ്പയുടെ മുന്നിലെത്താൻ കാരണം എന്താണ്? ആ വാപ്പ കൂലി കൊടുക്കാൻ വിളിച്ചത് കൊണ്ടാണ്. ആ കൂലി കൊടുക്കാൻ കാരണം എന്താണ്? മൂസാ നബി വെള്ളം കോരി കൊടുത്തത് കൊണ്ടാണ്. മൂസാ നബി വെള്ളം കോരി കൊടുത്തത് കൊണ്ടാണ് ആ ഭീകരന്മാരായ ഭരണാധികാരികളുടെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമെന്ന് ഖുർആൻ പറയാതെ പറയുമ്പോൾ, സഹോദരങ്ങളെ, ഭരണകൂടത്തിന്റെ ഭീകരമായ താണ്ഡവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നാലാമതൊരു മനുഷ്യൻ അനുഭവിക്കുന്ന ക്ലേശമതാണ്. അല്ലാഹു പറയുകയാണ്, ഫലമ്മാ ജാഅഹു വഖസ അലൈഹിൽ ഖസസ ഖാല ലാ തഖഫ് നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ. അക്രമകാരികളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുകയാ മൂസ നബിയെ. അത്ഭുതകരമായ അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കുകയാ. അതുകൊണ്ട് ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ മനസ്സുള്ളവരാകണം. പാതിരാത്രിയുടെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ വേലക്കാരനായ അസ്ലം എന്ന് പറയുന്ന ത്രിയേയുമായിട്ട്, പ്രൈവറ്റ് സെക്രട്ടറിയുമായിട്ട് നടന്നു പോകുമ്പോൾ മഹാനായ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ ഒരു ഉമ്മയുടെ കരച്ചിൽ കേൾക്കുകയാ. ആ കരച്ചിൽ കേട്ട സന്ദർഭത്തിൽ ഉമ്മയുടെ വീട്ടിലേക്ക് കയറി നോക്കുമ്പോൾ, അല്ലാഹുവേ, അടുക്കളയിൽ ഒന്നുമില്ല, കഴിക്കാനും കുടിക്കാനും ഒന്നുമില്ല. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആകെ സങ്കടത്തിലായി. അസ്ലം റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. ഉമ്മയോട് ചോദിച്ചു, കഴിക്കാനൊന്നുമില്ല? ഇല്ല. കുടിക്കാനൊന്നുമില്ലേ? ഇല്ല. നേരെ കടന്നു വന്നു ഖജനാവിലെ ബൈത്തുൽ മാലിൽ വന്ന് ഈത്തപ്പഴവും അതുപോലെ ആവശ്യമുള്ള മാവും എടുക്കുകയാ. എന്നിട്ട് തോളത്തേക്കെടുത്ത് സഞ്ചിയിടുന്ന സമയത്ത് അസ്ലം തങ്ങൾ ചോദിക്കുന്നു, ഉമർ തങ്ങളെ, ഞാൻ ചുമന്നാൽ മതിയോ? ആ സമയത്ത് ഉമർ തങ്ങൾ ചോദിക്കുന്നു, അന്ത തഹ്മിലു ഔസാരി യൗമൽ ഖിയാമ. പരലോകത്തിന്റെ അമൽ, എന്റെ തിന്മകൾ ചുമക്കാൻ നിനക്ക് കഴിയോ അസ്ലമേ? ഇല്ല ഉമർ തങ്ങളെ, എന്നാ ഞാൻ ചുമന്നോളാ, നീ മാറി നിൽക്കെന്ന് പറഞ്ഞിട്ട് ഉമർ തങ്ങൾ തന്റെ തോളത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പോലെയാണോ, അമേരിക്കയുടെ പ്രസിഡന്റിനെ പോലെയാണോ മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെയും 2 ഭൗതിക സാമ്രാജ്യത്തിന്റെയും അധിപനായി അമീറുൽ മുഅ്മിനീനായി വാണരുളുമ്പോ, കിസ്റയും കൈസറും പേടിച്ചു വിറയ്ക്കുമ്പോ, ശൈത്താൻ പോലും വേറെ റൂട്ടിലേക്ക് മാറിപ്പോകുമ്പോ, ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ധീരനായ വീരനായ വില്ലാളി വീരനായ വിജിഗീഷുവായ ആ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ സ്വന്തം തോളത്തേക്ക് സഞ്ചിയെടുത്തിട്ട് ആ ഉമ്മയുടെ വീട്ടിലേക്ക് രാത്രി വരികയാ. അടുക്കളയിൽ ചെന്ന് ഭക്ഷണം പാകം ചെയ്തു. ആ ഉമ്മയെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് രുചികരമായ ഭക്ഷണം കൊടുക്കുകയാ. ഈ ഭക്ഷണം കഴിച്ചു ആ പ്രിയപ്പെട്ട ഉമ്മ സായുജ്യയായപ്പോൾ, കൊതിയൂറുന്ന ഭക്ഷണം കഴിച്ചപ്പോൾ അതാ ഉമർ തങ്ങൾ എഴുന്നേൽക്കുകയാ. നേരെ സുബഹിയോടടുക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടല്ല, ആ ഉമ്മയിൽ നിന്ന് ഭൗതികമായ എന്തെങ്കിലും താല്പര്യങ്ങൾക്കല്ല. ഉമർ റളിയല്ലാഹു അൻഹു സേവന സന്നദ്ധനായ
മനുഷ്യനായത്, ഉമ്മയുടെ മുമ്പിൽ കടന്നു വന്നിട്ട് ഇതെല്ലാം ചെയ്തു കൊടുത്തത് അള്ളാഹുവിന്റെ പരലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പോകാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ ഉമർ തങ്ങളുടെ കൈ പിടിച്ചു അത്രേ. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ ഉമ്മ പറയുന്നു, മോനെ നീ ആരാണെന്ന് എനിക്കറിയില്ല, നീ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ മോനെ, ലഅന്ത ഖൈറും മിൻ ഉമർ ബിനുൽ ഖത്താബ്, വല്ലാഹി ലഅന്ത ഖൈറും മിൻ ഉമർ ബിനുൽ ഖത്താബ്. പൊന്നുമോനെ നീ ഉമറിനേക്കാൾ കൊള്ളാമടാ, മദീന ഭരിക്കുന്ന ഉമറിനേക്കാ നീ നല്ലവനാ. ഉമർ തങ്ങളോടാണ് ഈ പറയുന്നതെന്നാ ഉമ്മയ്ക്കറിയില്ല, ഉമർ തങ്ങളോടാണ് ഈ പറയുന്നതെന്നാ ഉമ്മയ്ക്കറിയില്ല. ഉമർ തങ്ങളെ കണ്ടിട്ടില്ല പോലും. സഹോദരങ്ങളെ, മദീനയുടെ കഥയാ പറയുന്നത്. ഇന്ന് പള്ളിയിലെ ഉസ്താദിനറിയാത്ത പെണ്ണുങ്ങളുണ്ടോ? എവിടെയും പെണ്ണുങ്ങളുടെ വലിയ ബഹളമല്ലേ, പ്രളയമല്ലേ. ഇത് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവർ രംഗത്ത് വരും. ഇസ്ലാം പ്രാകൃത നിയമമാണെന്ന് പറഞ്ഞുകൊണ്ട് എംബോക്കികൾ ചാനൽ ചർച്ചയ്ക്ക് വരും. പക്ഷെ അതൊക്കെ ഞാൻ അർഹിക്കുന്ന അവഗണനയോടെ പറയട്ടെ, മദീനയിൽ ഭരിക്കുന്ന ഉമറിനെ ജീവിതത്തിൽ ആ ഉമ്മ കണ്ടിട്ടില്ല. ഉമ്മ പറയുന്ന, മോനെ നീ ആരാണെന്നറിയില്ല, ഈ സേവനം നീ പാതിരാത്രി ചെയ്തെനിക്ക് രുചിയൂറുന്ന കൊതിയൂറുന്ന ഭക്ഷണം തന്നല്ലോ. പക്ഷെ പൊന്നുമോനെ, ഇവിടെ ഭരിക്കുന്ന ഒരു ഉമറുണ്ട് പോലും, ആ ഉമറിനേക്കാ നീ കൊള്ളാ. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? ഉമ്മ കഴിച്ചതിന്റെ ബാക്കി വരുന്നത് എടുക്കുക മാത്രമല്ല, ഉമ്മയെ നമ്മൾ തുറുങ്കിലടയ്ക്കാൻ ശ്രമിക്കൂലേ? കാരണം കയ്യിൽ അധികാരമുണ്ടല്ലോ, കയ്യിലെല്ലാ പവറുമുണ്ടല്ലോ. ഇന്ന് മിണ്ടുന്നവനൊക്കെ പൊക്കിയെടുത്ത് അകറ്റിടുന്ന കാലമാണല്ലോ. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ഓടുകയാണ്, അസ്ലം തങ്ങൾ പിന്നാലെ ഓടി. മസ്ജിദുൻ നബവിയിലെത്തുമ്പോൾ സുബഹിന്റെ ബാങ്ക് കേൾക്കുകയാ. ഇഖാമത്ത് കൊടുത്തപ്പോ മസ്ജിദുൻ നബവിയിൽ ഇമാമത്ത് നിൽക്കുന്ന ഉമർ തങ്ങൾ ഇമാമത്ത് നിന്ന് നമസ്കരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സൂറത്തു സ്വാഫാത്തിലെ ആയത്ത് ഓതുകയാ, വഖിഫൂഹും ഇന്നഹും മസ്ഊലൂ. നിങ്ങൾ പരലോകത്ത് നിൽക്കേണ്ടി വരും, അന്ന് നിങ്ങളോട് ചോദ്യമുണ്ടാകും. ഈ ആയത്തെത്തിയപ്പോ മഹാനായ ഉമർ തങ്ങൾ അങ്ങ് കരയാൻ തുടങ്ങി. സദസ്സിന്റെ സഫിന്റെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന അസ്ലം തങ്ങൾ പറയുന്നു, ഞാൻ ആ കരച്ചില് കേട്ടു. അല്ലാ അല്ലാ, ഈ ഒരൊറ്റ കരച്ചിലിന്റെ പേരില് ഹൃദയം പൊട്ടി കരഞ്ഞു പോയ ഉമർ തങ്ങൾ ഒരു മാസക്കാലം പനിച്ചു വിറച്ച് പൊരിഞ്ഞു കിടന്നു. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കണേ, ഉമർ റളിയല്ലാഹു അൻഹു ധീരനായിട്ട് പോലും അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമെന്ന് കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് ത്യാഗസന്നദ്ധതയുള്ള ജനങ്ങൾക്ക് ഉപകാരമുള്ള ആളാകെ മാറിയതെന്നറിയോ? അങ്ങനെ ഒരു മനുഷ്യനെ ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യനല്ല കൊടുക്കുന്നത് നജൗതു മിനൽ ഖൗമിൽ ളാലിമീൻ. ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യും. കെട്ടിക്കാൻ പ്രായമായ പെൺകുട്ടികളുണ്ട്, ബക്കറ്റ് കൊണ്ടുപോയില്ലേ, എടുത്തോളൂ ഇൻഷാ അല്ലാഹ്. എല്ലാവരും നല്ലൊരു സദഖ ഇട്ടെ ഇൻഷാ അല്ലാഹ്. നിൽക്കുന്നവരും ഇരിക്കുന്നവരും ചായ കുടിക്കുന്നവരും എല്ലാ ആളുകളും, ഈ പരിസരത്തുള്ള മുഴുവൻ ആളുകളും ഇൻഷാ അല്ലാഹ് നല്ലൊരു ഹദിയ ആ ബക്കറ്റിൽ നിക്ഷേപിക്കണം. അല്ലാഹു ജാരിയായ സദഖയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരുടെയും, ഞാൻ പൈസ എടുത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വരും, എല്ലാ സദസ്സിലും ചെയ്യുന്നതായി. ഇന്ന് ആ ഉസ്താദ് ഇട്ടാലും മതി, ബറക്കത്തുള്ളത് ഉസ്താദിന്റെ പൈസ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഉസ്താദ് ഇട്ടോളി, അൽഹംദുലില്ലാ. ഇത് നിറഞ്ഞു കൊണ്ടുപോട്ടോ, ചില്ലറയല്ല, നോട്ട് പെട്ടെന്നാവട്ടെ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും ഇട്ടെ, ഒരാൾ പോലും ഇടാതിരിക്കരുത്, പതുക്കെ പോകണം, എല്ലാ ഭാഗത്തും പോവുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എല്ലാ ഖൈറു ബറക്കാത്തുകളും ചൊരിഞ്ഞു തരട്ടെ. ഗൾഫിൽ നിൽക്കുന്ന മകനും മരണപ്പെട്ടു പോയ പിതാവിനും വേണ്ടി, ഗൾഫിൽ നിൽക്കുന്ന മകനും മരണപ്പെട്ടു പോയ പിതാവിനും വേണ്ടി ദുആരക്കാൻ മുഹമ്മദ് കുഞ്ഞ് ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് അൽഹംദുലില്ലാ, അദ്ദേഹത്തിന് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. 5000 രൂപ സദഖ നൽകിയിരിക്കാൻ അൽഹംദുലില്ലാ. നമുക്ക് ദുആരക്കാം, പ്രത്യേകം ദുആരക്കാം. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഷൈല എന്ന സഹോദരിക്ക് വേണ്ടി പ്രത്യേകം ദുആരക്കണമെന്ന് അറിയിച്ചു. നമ്മുടെ കുട്ടികൾ ഇന്നൊരു ആക്സിഡന്റ് ആയില്ലേ അല്ലേ? എത്ര കുട്ടികളാ? 7 പേര് അല്ലേ? നമ്മുടെ സംഘാടകരാണ് 7 പേര്. ഈ എപ്പോഴാ ആക്സിഡന്റ് നടന്നേ?
ഉച്ചയ്ക്ക് അസർനല്ലേ ഈ പരിപാടിയിൽ സജീവമാകേണ്ട മക്കളാണ് അള്ളാഹു അത്ഭുതകരമായി രക്ഷപ്പെടുത്തി അള്ളാഹു അവരുടെ മുറിവുകളും അവരുടെ വേദനകളും അള്ളാഹു തആല മാറ്റി എത്രയും പെട്ടെന്ന് അവർക്ക് രോഗശമനം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ മുസീബത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അപകട മരണങ്ങളെ തൊട്ട് നമ്മളെല്ലാരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായി എല്ലാവരും ആ ബക്കറ്റിൽ ഹദിയകൾ നിക്ഷേപിക്കണം. ഒരു ദിവസത്തെ നാളെ ബഹുമാനപ്പെട്ട തങ്ങളുടെ നജ്മുദ്ദീൻ പൂക്കോയ തങ്ങൾ നമ്മുടെ തിരുവനന്തപുരം ഭീമാപ്പള്ളി ഇമാമും കൂടിയാണ്. നല്ല സ്വാത്വികനായ ഒരു മനുഷ്യനാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ സദസ്സുകളും പരിപൂർണമായി ഇജാബത്തുള്ള വേദികളാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയൊക്കെ ദുആകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അരി നാളത്തേക്കല്ലേ? അൽഹംദുലില്ലാഹ് ഒരുപാട് സഹോദരങ്ങൾ ഇറച്ചിയായി അരിയായി ഒക്കെ നൽകിയവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പല രീതിയിലും സഹായിച്ചു. എല്ലാ നിലയിലും വഞ്ചിയില് പൈസ ഇവിടെ ഈ പരിശുദ്ധമായ സദസ്സിന് വേണ്ടിയിട്ട് കൊടുത്തവരുണ്ട്. അൽഹംദുലില്ലാഹ് നമുക്ക് നല്ല സദസ്സുകൾ സംഘടിപ്പിക്കണം, ഒരുപാട് വേദികൾ സംഘടിപ്പിക്കണം. ഒരുപാട് വേദികൾ സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നല്ല നല്ല അറിവുള്ള പണ്ഡിതന്മാര് മുഹമ്മദ് കുഞ്ഞു ഗനീമി ഉസ്താദൊക്കെ നിങ്ങളുടെ നാട്ടുകാരനായതുകൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വലിപ്പം അറിയാത്തത് കൊണ്ടാണ്. അത് പൊതുവെ അങ്ങനെയാണ്. സ്വന്തം നാട്ടില് വിലയും നിലയും ഒക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മുടെ നാടുകളിലുള്ള പണ്ഡിതന്മാര് തേവലക്കര ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട്. ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഇവിടെ തന്നെ ഒരുപാട് മന്നാനിമാരില്ലേ അല്ലെ? ഒരു ഡസനോളം മന്നാനിമാരുണ്ടെന്നാണ് അറിവ് അല്ലേ? അള്ളാഹു എല്ലാവർക്കും മുഖറവിയായ ആലിമീങ്ങളുടെ പദവി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാട് എല്ലാം നന്മയുടെ കാര്യങ്ങളിലും ഒന്നിക്കണം. എല്ലാ രാഷ്ട്രീയത്തിൽ ഏതിലോ പ്രവർത്തിച്ചോളി, സംഘടനയിൽ ഏതിലോ പ്രവർത്തിച്ചോളി, അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷെ നന്മയുടെ വിഷയത്തിൽ ഞാൻ പലപ്പോഴും പല വേദികളിലും പറയാറുണ്ട്, എന്റെ അഭിപ്രായത്തിൽ സംഘടനകൾ ഇനിയും ഉണ്ടാവണം. പക്ഷെ ഒന്നിക്കേണ്ട വിഷയങ്ങളിൽ ഒന്നിക്കണം. പ്രളയം ഉണ്ടായി തിരുവനന്തപുരത്ത്, എല്ലാരും ഒറ്റ സംഘടനയാണെങ്കിൽ ഒരൊറ്റ തവണ മാത്രമേ അഭയാർത്ഥി ക്യാമ്പുകളിലും പ്രളയബാധിത പ്രദേശങ്ങളിലും ആളുകൾ സംഭാവന കൊടുക്കുള്ളൂ. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ വണ്ടിയും കൊണ്ട് നിർത്തിയിട്ട് പറയും, ഞങ്ങള് പിന്നെ പ്രളയബാധിത പ്രദേശത്തേക്ക് പോവാണ്, അതുകൊണ്ട് സഹായിക്കണമെന്ന് പറയും. അപ്പോഴവര് കൊടുക്കും 10 കിലോ പഞ്ചസാര, 50 കിലോ അരി, 5 കിലോ ചായപ്പൊടി, തോറത്ത്, പഴം, പച്ചക്കറി, ബിസ്ക്കറ്റ്, ഇതൊക്കെ കൊടുക്കും. പിറ്റേന്ന് സുന്നി സംഘടനകളുടെ വണ്ടി വരും. അവർ പറയും, ഞങ്ങൾ അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോവാണ്, സഹായിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇന്നലെ തന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇന്നലെ കൊടുത്ത വേറെ സംഘടനയ്ക്കല്ലേ? അങ്ങനെ പന്തിപക്ഷം കാണിക്കാൻ പാടണ്ട, നമുക്കും തരണമെന്ന് പറയും. അപ്പൊ മത്സരിച്ച് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുന്ന കാര്യങ്ങളായിട്ട് മാറണം സംഘടനകൾ. അല്ലാതെ തമ്മിലടിച്ച് ഇവിടെ കാലിനടിയിലെ മണ്ണൊലിച്ച് പോകുമ്പോഴും ഇവിടെ സ്ക്രീൻ കെട്ടിയിട്ട് അപ്പുറത്തോട്ട് കൊച്ചനം കുത്തും, മാമ അവിടെ നിന്നിങ്ങോട്ട് മുണ്ടോക്കി കാണിക്കുക. എന്തിനാ ഈ സമുദായത്തെ പറയിപ്പിക്കുന്നത്? അതുകൊണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ധർമ്മത്തിനു വേണ്ടി അധർമ്മത്തിനെതിരെ, നീതിക്ക് വേണ്ടി അനീതിക്കെതിരെ, സത്യത്തിനു വേണ്ടി അസത്യത്തിനെതിരെ, പ്രകാശത്തിനു വേണ്ടി വെളിച്ചത്തിനു വേണ്ടിയിട്ട് ഇരുളിനെതിരെ ശക്തമായി സംഘടനകൾ മറന്നു ഒരുമിക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ അള്ളാഹു വീണ്ടും ഇറക്കും. ഇറക്കിയില്ലേ നമ്മളാ? NRC വന്നപ്പോ കൂടും കൊടുക്കുകയും പോകുമെന്ന് കണ്ടപ്പോ സംഘടനയില്ല, പാർട്ടിയില്ല, ഒന്നുമില്ല, എല്ലാം കൂടി ഒരുമിച്ച് എല്ലാവരും ഭയങ്കര ഐക്യപ്പെട്ട്, ഒരു കൊടിയില്ല, ഒരു ബാനറും ഇല്ല, ഒന്നുമില്ല. കാരണം എന്താ? പ്രമാണം അടക്കം ആധാരം അടക്കം പോകുമെന്ന് കണ്ടപ്പോ പിന്നെ ആർക്കും സംഘടന എന്ന ഒരു പ്രശ്നമല്ല. അള്ളാഹു ഇങ്ങനെയുള്ള അവസരങ്ങൾ വീണ്ടും കൊണ്ടുവരും. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ കഴിയണം. സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വ്യത്യസ്തമായ പാർട്ടികളുടെ സമ്മേളനങ്ങൾ നടന്നോട്ടെ, ചർച്ചകൾ നടക്കുമ്പോൾ അങ്ങനെ നടന്നോട്ടെ. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരുമിച്ച് ഇങ്ങനെ ഒരു വാഴ്ന്നു വെക്കുമ്പോൾ അവിടെ എല്ലാ ആളുകളും വേണം. എല്ലാ ആളുകളെയും ഒരുമിച്ചിരുത്തിയിട്ട് മസിൽ പിടുത്തമൊക്കെ കുറച്ചങ്ങ് വിടണം. എനിക്ക് പ്രസിഡന്റ് ആവണം, എനിക്ക് സെക്രട്ടറി ആവണം, ഞാൻ കൃതജ്ഞത പറയും, നീ നന്ദി പറഞ്ഞാൽ മതി, അങ്ങനെയൊക്കെയുള്ള പിടിവാശി കളഞ്ഞിട്ട് ആരോ പറഞ്ഞോ ഞങ്ങൾ അവിടെ വന്ന് ഇരുന്നോളാം എന്ന് പറഞ്ഞ ആരും ഉണ്ടാവൂല പറയാൻ.
സുഖമായിട്ട് പ്രസംഗിക്കുന്നവന് പ്രസംഗിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ നന്മയുടെ കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കണം. സാധു പെൺകുട്ടികളെ കണ്ടെത്തിയിട്ട് കെട്ടിച്ചയക്കണം. സാധു പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ കഴിയണം. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവന് അൽഹംദുലില്ലാ ഭക്ഷണം കൊടുക്കണം. ഒരു വീട്ടിൽ സാധുക്കളായ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഞാൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഏത് വേദിയിൽ പോയാലും ഈ ചാരിറ്റി പ്രവർത്തകരുള്ള വേദിയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ആരാ ഒരു 10 ആട് പറയുന്നതെന്ന് ചോദിക്കും. ഒരു 10 ആട് കൊടുക്കാൻ ആരാ ഉള്ളത്? 10 പേര് കൈപൊക്കും. ഞാൻ സംഘാടകരോട് പറയും, ഈ ആട് വാങ്ങി 10 പാവങ്ങളുടെ വീട്ടിൽ കൊടുക്കണം. ഒരൊറ്റ ഡിമാൻഡ്, ആദ്യത്തെ പ്രസവത്തിലെ കുഞ്ഞിനെ സംഘടനയ്ക്ക് തിരിച്ചു തരണം. 10 എണ്ണം പ്രസവിക്കും, ചിലപ്പോ 20 കുട്ടികളായിരിക്കും. 1 മതി. 10 കുട്ടി തിരിച്ചു വരും സംഘടനയ്ക്ക്. ആ 10 കുട്ടിയെ അടുത്ത 10 പാവങ്ങളുടെ വീട്ടിൽ കൊടുക്കണം. ഡിമാൻഡ് ഇതായിരിക്കണം. ചിലത് ആണായിരിക്കും, ചിലത് പെണ്ണായിരിക്കും. ഏതാണെങ്കിലും, പെണ്ണാണെങ്കിൽ അല്ലെങ്കിൽ ആണാണെങ്കിൽ ഏതായാലും ഒരു കുഞ്ഞിനെ വലുതാകുമ്പോൾ തിരിച്ചിവിടെ കൊണ്ടുവരണം. അടുത്ത 10 എണ്ണം വീണ്ടും സംഘടനയ്ക്ക് വരും. ആ 10 എണ്ണം അടുത്ത 10 പാവങ്ങൾ കൊടുക്കണം. അങ്ങനെ സംഘടനയും നാട്ടുകാരുമായിട്ടുള്ള ബന്ധം അങ്ങോട്ട് ഊഷ്മളമാകും. പിന്നെ ഇവരാരും പരിപാടിക്ക് വരാതിരിക്കുവോ? ഒന്നും അല്ലെങ്കിൽ അവരെന്ന് ആട് തന്നെയല്ലേ എന്നും പറഞ്ഞ് എല്ലാവരും സഹകരിക്കാൻ തുടങ്ങും. ആളുകൾക്ക് സംഭാവനയായി, ആളുകൾക്കൊരു നല്ല കാര്യമായി, സംഘാടകർക്ക് ഇതിൽ ഒരു താല്പര്യമായി, അങ്ങനെയൊക്കെ ഒന്ന് ഒരുമിച്ച് നിൽക്കാൻ കഴിയണം. ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന ആയുസ്സും ആരോഗ്യം അതിനൊക്കെ വേണ്ടിയിട്ട് വിനിയോഗിക്കണം. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്ര ബാക്കിയുള്ളത് പള്ളിയുടെ കാര്യത്തിൽ? കറക്റ്റ് കിട്ടുന്നുണ്ടല്ലോ. നമുക്ക് മാസവരിയൊക്കെ കൊടുത്തുകൊണ്ടാണ് ഈ പള്ളിയിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അൽഹംദുലില്ലാ. ഒക്കെ നമ്മുടെ കാര്യങ്ങളല്ലേ, നമ്മുടെ കാര്യങ്ങൾ, പള്ളിയുടെ കാര്യങ്ങളൊക്കെ. പണ്ട് എല്ലാ കാര്യങ്ങളും പള്ളിയിലാ ചെന്ന് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയാം അങ്ങ് പള്ളിയിൽ പോയി പറയണം. ഇപ്പൊ പള്ളിയുടെ കാര്യം പുറത്തിറങ്ങിയിട്ട് കടകളിൽ പറയേണ്ട കാര്യമാണ്, വല്ലതും തരണേ പള്ളി കൊടുക്കാൻ. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ പള്ളികളിൽ വെച്ച് പൂർത്തീകരിക്കണമെങ്കിൽ നമ്മൾ പള്ളിയെ ഏറ്റവും നല്ല നിലയിൽ സഹായിക്കണം. എത്ര രൂപ വരും സാധാരണ? 10,000 രൂപ. എത്ര ചെലവുണ്ട്? 50,000 ചെലവ് വരുന്നിടത്ത് 10,000 രൂപയാണ് മാസവരി വരുന്നത്. ബാക്കി എങ്ങനെയോ നടക്കും അല്ലേ? ഇൻഷാ അല്ലാഹ്, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഞാൻ ഉള്ള കാര്യം ഒരു കാര്യം പറയാം, ഞാൻ തുറന്നു പറയട്ടെ. സാമ്പത്തികമായി വളരെ കുറവുള്ള ആളുകളൊന്നും അല്ല നമ്മളൊന്നും. സാമ്പത്തികമായി ഒരുപാട് പിന്നോക്കം നിൽക്കുന്നവരൊന്നും അല്ല. ഞാനൊരു 6 കൊല്ലം തൊട്ടടുത്തൊരു സ്ഥലത്ത് പഠിച്ച ആളാ. അപ്പൊ എനിക്ക് നാടിനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ നല്ല സഹായം കൊടുക്കണം. ഒരു സന്തോഷത്തിന് വേണ്ടി റമളാന് മുമ്പ് കൊടുത്താൽ മതി. റമളാന് മുമ്പ് കൊടുത്താൽ മതി. ഈ പള്ളിക്ക് വരുന്നൊരു ബാധ്യതയിൽ ഒരു 5 മാസമുണ്ട്. ആരാ? അള്ളാഹുവിന്റെ ഈ പള്ളിക്ക് വേണ്ടിയിട്ട്. ഞാൻ ഇന്നലെ വർക്കലയിൽ പ്രസംഗിക്കുമ്പോൾ 4 ലക്ഷം രൂപ ബാധ്യതയാണ് പെയിന്റ് അടിച്ചതിന്. പള്ളി ശോചനീയ അവസ്ഥയായിരുന്നു. പെയിന്റ് അടിച്ചപ്പോൾ കുറെ ആളുകൾ പൈസ കൊടുത്തു. 4 ലക്ഷം രൂപ ബാക്കിയുണ്ട്, കടമുണ്ട്. എന്താ ചെയ്യാം? ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ കിടന്ന് പിരിക്കാൻ വയ്യ. അതുകൊണ്ട് 4 പേര് ഓരോ ലക്ഷം വെച്ച് തന്ന 4 ലക്ഷം രൂപ കടം തീരുമല്ലോ എന്ന് പറഞ്ഞു. ജമാഅത്തിന്റെ പ്രസിഡന്റ് 1,10,000 രൂപ. അപ്പൊ അതിനോട് ചുവട പിടിച്ചുകൊണ്ട് കമ്മിറ്റി മെമ്പർ 90,000 രൂപ. അപ്പൊ 2 ലക്ഷം രൂപയായി. സെക്രട്ടറി അവിടെ ഇരുന്നുകൊണ്ട് 50,000 രൂപ, 2.5 ലക്ഷം രൂപയായി. 4 പേര് 25,000 വെച്ചിട്ട് പറഞ്ഞു. അപ്പോഴും 3.5 ലക്ഷം രൂപയായി. പിന്നെയുള്ള 50,000 രൂപ. 5 പേര് 10 രൂപ വെച്ച് പറഞ്ഞു. നിസാര കാര്യം, 4 ലക്ഷം രൂപ. വെള്ളം ഇറങ്ങിയിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ പള്ളിയിൽ വരുന്ന ഈ ബാധ്യത, 50,000 രൂപ ചെലവ് വരും, പക്ഷെ 10,000 രൂപ വരുമാനം. അപ്പൊ എങ്ങനെയായാലും 40,000 രൂപ അധിക ചെലവായിട്ട് ഓടിക്കൊണ്ടിരിക്കാൻ. 200 കുട്ടികൾ മദ്രസയിൽ പഠിക്കുന്നുണ്ട്. ഈ മദ്രസയിലെ മത്സരത്തിൽ ഫസ്റ്റ് വാങ്ങിയ നമ്മുടെ കുട്ടികളാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് എല്ലാ നിലയിലും അൽഹംദുലില്ലാ നമ്മളുടെ പരമാവധി പ്രോത്സാഹനം ഈ വിഷയത്തിൽ ഉണ്ടാകണം. ഒരു ബറക്കത്തിന് വേണ്ടി ഒരു 5 പേര് 1,500 രൂപ പറഞ്ഞേ. ആരാ ഉള്ളത്? റമളാനിൽ നിങ്ങൾ കൊടുത്താൽ മതി, അള്ളാഹ് നിങ്ങൾക്ക് തരും. നിങ്ങൾ അറിയില്ല. ഒന്ന് അൽഹംദുലില്ലാ. ആരാ? ഒരാളുടെ പറയും. ഒരു 4 പേരും കൂടെ പറഞ്ഞേ. 1,500 രൂപ. അല്ലാഹുവേ നീ സഹായിക്കണേ തമ്പുരാനെ, സദഖ നീ
കബൂൽ ചെയ്യണേ റഹ്മാനെ. ഗൾഫിൽ നിൽക്കുന്ന മകനും മരണപ്പെട്ടു പോയ പിതാവിനും വേണ്ടി ദുആരക്കാൻ ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു സഹോദരന് മുഹമ്മദ് കുഞ്ഞ് 5000 രൂപ. പടച്ചവനെ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട ഉപ്പാന്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. പടച്ചവനെ വിദേശത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോന് എല്ലാ തൗഫീഖും നീ നൽകണേ അല്ലാ. മനക്കരുത്തും ശരീരത്തിന് ആഫിയത്തും നീ കൊടുക്കണേ തമ്പുരാനെ. എല്ലാ ബലാഫത്ത് മുസീബത്തിൽ നിന്ന് കരകയറ്റണേ അല്ലാ. 5000 രൂപ പറഞ്ഞ സഹോദരനെ സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഇതിന് പകരം നീ ദുനിയാവിലും ആഖിറത്തിലും കൊടുക്കണേ റഹ്മാനെ. മാരക രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. 5000 രൂപ അൽഹംദുലില്ലാഹ്. പടച്ചവനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ കബൂൽ ചെയ്യണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. സദുദ്ദേശങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഒരാപത്തിലും നീ പെടുത്തല്ലേ റബ്ബേ. ഒരു വിഷമവും നീ കൊടുക്കല്ലേ റഹ്മാനെ. എല്ലാ ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും മാറ്റി കൊടുക്കണേ അല്ലാ. ഇനി രണ്ടുപേരും കൂടി ആരാ? ഒരു രണ്ടുപേരും കൂടി പറ. സഹോദരിമാരുടെ ഭാഗത്തുണ്ട് 5000 രൂപ. 5 ലക്ഷം രൂപയല്ല, 5000 രൂപ 5 മാസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ കൊടുത്താൽ മതി. ഇതൊന്നും ഒന്നും ആവില്ല, ഒരു സഹായം കൂടെ ഉണ്ടെന്നൊരു തോന്നല്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരാ സഹോദരിമാരുടെ ഭാഗത്തുണ്ടോ? പിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിരിക്കുന്നില്ല, ദുആരക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നേ ഉള്ളൂ. ആരെങ്കിലും ഉണ്ടോ? വേഗം ഉണ്ടെങ്കിൽ പറഞ്ഞോളി, അവസരം നഷ്ടപ്പെടുത്തരുത്. 5000 രൂപ കൊടുക്കാൻ സന്തോഷത്തോടു കൂടി താല്പര്യപൂർവ്വമുള്ളവര് സ്ത്രീകൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോയോ? ഉണ്ടോ? ആള് പോയെന്നാ അവിടെ ഉണ്ടെന്നാ പറഞ്ഞു. 5000 രൂപ പറഞ്ഞ അങ്ങോട്ട് പുറകിൽ പോയി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കും. അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരും. അല്ലാഹ്ക്കാരാ കടം കൊടുക്കുന്നത്? മയ്യഖ്രിദുല്ലാഹ ഖർദൻ ഹസന. അൽഹംദുലില്ലാഹ്. 5000 രൂപ രണ്ടുപേരും കൂടി. മാഷാ അല്ലാഹ് 2000. ഖൂലൂ തക്ബീർ. അൽഹംദുലില്ലാഹ്. നീ സ്വീകരിക്കണേ തമ്പുരാനെ. 2 പേര് 5000 രൂപ വീതം അല്ലാഹ് നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ജീവിതത്തിൽ ഖൈർ ബറകാത്തുകൾ കൊടുക്കണേ അല്ലാഹ്. ഒന്നും നീ ബാക്കിയാക്കാതെ പടച്ചവനെ അവിടെ ജീവിതത്തിൽ നീ അനുഗ്രഹത്തിന്റെ കലവറകൾ മലർക്ക് തുറന്നു കൊടുക്കണേ നാഥാ. എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് അവരെ കരകയറ്റണേ റഹ്മാനെ. ആരെങ്കിലുണ്ടോ? 5 പേരാ 25000 രൂപ ആയിട്ടുണ്ട്. ആരാളുള്ളത്? 25000 രൂപ ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ടോ? ഇൻഷാ അല്ലാഹ് വേഗം പറഞ്ഞോളി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നാളെ ബഹുമാനപ്പെട്ട നജ്മുദ്ദീൻ പൂക്കോയ തങ്ങൾ അൽ യമാനി കർണാടക, അദ്ദേഹത്തിന്റെ ദുആയും നസീഹത്തും ഒക്കെ ഉണ്ട്. നമ്മുടെ മഹല്ലത്തിന്റെ പരിസരത്തുള്ള ഉസ്താദുമാരൊക്കെ എത്തിച്ചേരുന്ന പരിപാടിയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും നാളെ നിയ്യത്താക്കി വരും. ബഹുമാനപ്പെട്ട തങ്ങൾ വശം നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് കഴിയുന്ന ഒരു മാസവരി 50 പേര് ഒരു കൊല്ലത്തേക്ക് 50 പേര് ഒരു കൊല്ലത്തേക്ക് ഏറ്റെടുത്താൽ മതി അല്ലേ? 50 പേര് 1000 രൂപ വെച്ചിട്ട് ഞാൻ ഒരു കൊല്ലം 12000 രൂപ ഒരു കൊല്ലം അതിന്റെ ഉള്ളിൽ അടച്ചു നിർത്താൻ മതി. അപ്പൊ എത്രയായി? ഒരു മാസം നമുക്ക് 50000 രൂപ ആയില്ലേ? അങ്ങനെ ഒരു വർഷം റാഹത്തായി പോകും. അടുത്ത വാർഷികത്തിന് അടുത്ത ഒരു കൊല്ലത്തേക്ക് ഇങ്ങനെ തന്നെ പള്ളികളൊക്കെ നടന്നു പോകുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ വരുമ്പോ 50 പേര് തയ്യാറായി വരണം. 1000 രൂപ വെച്ചിട്ട് മാസവരി കൊടുക്കാൻ അല്ലാഹ് ഒട്ടും കുറയ്ക്കില്ല. നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കാനല്ല പറഞ്ഞത്, മാസത്തിൽ ഒരിക്കൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു നിങ്ങൾക്ക് തരും. അങ്ങനെ മാസത്തിൽ 1000 രൂപ വെച്ച് ഒരു കൊല്ലം അഥവാ 12000 രൂപ കൊടുക്കാൻ 50 പേര് നാളെ തയ്യാറാവണം. ഇൻഷാ അല്ലാഹ് നാളെ കിട്ടും. എന്നിട്ട് വിളിച്ച് പറയും. അൽഹംദുലില്ലാഹ്. നിങ്ങൾ ഇതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി
നേരത്തെ പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്നു. ഇപ്പൊ കണ്ടോ, സാധാരണ പള്ളികളിലാണെങ്കിൽ മുൻ പ്രസിഡന്റിനെ തോപ്പിച്ചെന്നും പറഞ്ഞ് പിന്നെ അയാൾ ആ പള്ളി പോലും കയറൂല. ഇപ്പൊ നോക്ക്, ഞാൻ വിചാരിച്ചു ഇപ്പോഴത്തെ പ്രസിഡന്റും വരണ വർഷങ്ങളിലെ പ്രസിഡന്റും ആയിരിക്കും എന്നാ വിചാരിച്ചത്. മാഷാ അല്ലാ, ഇപ്പോഴത്തെ പ്രസിഡന്റ് അവിടെ പോയിരിക്കുകയാണ്. നിങ്ങൾ എന്നെ കയറിക്കോളൂ, നിങ്ങൾ എന്നെ പ്രസിഡന്റ്. അതാണ് അൽഹംദുലില്ലാ. ഒരു വർഷത്തേക്ക് 12,000 രൂപ അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ 50 പേര് മതി, ബാക്കി 49 പേര് ഇൻഷാ അല്ലാ നാളെ ബഹുമാനപ്പെട്ട തങ്ങളെ കൈവശം പറഞ്ഞാൽ മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് നല്ല തുടക്കമാണ്, നല്ല മനസ്സാണ്. അള്ളാഹു നല്ല തുടക്കമാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ബറക്കത്തായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നാളെ വരുമ്പോ ഒന്ന് മുശാവറ ചെയ്തിട്ട് തീരുമാനമായിട്ട് വരിക. പിന്നെ നമ്മുടെ പള്ളിയുടെ കാര്യം ബാങ്ക് വിളിക്കാൻ പോയി നിസ്കരിച്ചാൽ വേറെ ഒരു കാര്യം നമ്മൾ നോക്കണ്ടല്ലോ, റാഹത്തായിട്ട് അതങ്ങ് നടന്നു പോകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി ഞാൻ അഞ്ചാമതൊരു കാര്യം കൂടി പറയാനുണ്ട്. ആ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ചെറിയൊരു ദുആ ചെയ്ത് നാളെ വലിയ ദുആ ഉണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹുസൈൻ മന്നാനി പിതാവിന്റെ രോഗം മാറാൻ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാകാൻ വേണ്ടി ദുആരക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ആ സഹോദരന്റെ സംഭാവന നീ ആ സഹോദരന്റെ ആ കുടുംബത്തിൽ അല്ലാഹുവേ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. പിതാവിന്റെ രോഗം നീ ശിഫയാക്കണേ റഹ്മാനെ. എല്ലാ ബലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ശൈല എന്ന സഹോദരിക്ക് നീ രോഗശമനം നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ആരോഗ്യം നൽകണേ തമ്പുരാനെ. ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞാൻ അവസാനമായി ഒരു കാര്യം കൂടി പറയാ. ഒരു മനുഷ്യൻ നേരിടുന്ന ക്ലേശങ്ങളിൽ അടുത്ത ക്ലേശം ഖുർആൻ പറഞ്ഞ ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടരുത്, നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ ഒരിക്കലും വ്യാകുലപ്പെടരുത്, നിങ്ങൾ വ്രണിത ഹൃദയരാകരുത്, വ്യഥിത മനസ്സുള്ളവരാകരുത് എന്നല്ലാഹു പറഞ്ഞു ഏറ്റവും അവസാനമായി പറയുന്നു. അഞ്ചാമതായിട്ട് ഒരു മനുഷ്യൻ നേരിടുന്നത് ശത്രുക്കളിൽ നിന്നുള്ള ഭീകരമായ ആക്രമണമാണ്. മറന്നുപോകരുത്, ഒന്ന് ചെയ്തു പോകുന്ന പാപം, 2 ഒരു മനുഷ്യന്റെ ദുനിയാവിന്റെ നഷ്ടകഷ്ടങ്ങൾ, 3 അവന്റെ കൂട്ടുകാരിൽപ്പെട്ട് ചതിക്കപ്പെടുക, 4 ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്, 5 അവന്റെ ശത്രുക്കളിൽ ഉണ്ടാകുന്ന ചതി അല്ലെങ്കിൽ അവന്റെ പീഡനം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ എന്താണെന്നറിയോ? അത് ഒരു ക്ലേശമാണ്. ഇതൊക്കെ അനുഭവിക്കാൻ അല്ലാഹ് നമ്മളെ വിട്ടത്. 5 അല്ലാഹു പറഞ്ഞത്, ആദരമ്പൂവായ പ്രവാചകന് സൗർ ഗുഹയിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട സദീർഥ്യനായ സാഹിബെന്ന് ഖുർആൻ പറഞ്ഞ സിദ്ദീഖുൽ അക്ബറിനോട് ആരംഭപൂവായ നബി തങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? സാനിയസ്നൈൻ ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹ് നമ്മളോടൊപ്പമുള്ളപ്പോ എന്തിനാ സിദ്ദീഖേ പേടിക്കുന്നത്? അല്ലാഹു നമ്മളോടൊപ്പമുള്ളപ്പോ എന്തിനാ ഭയപ്പെടുന്നത്? വേദനിക്കേണ്ട, ദുഃഖിക്കേണ്ട, പ്രയാസപ്പെടണ്ടെന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖിനോട് ആരംഭപൂവായ ഹബീബ് പറയുമ്പോൾ സഹോദരങ്ങളെ തൊട്ട് ശേഷം അല്ലാഹ് പറയുകയാ, അങ്ങനെ ആരെങ്കിലും എന്റെ റബ്ബിനോടൊപ്പമുണ്ട് എന്ന് ചിന്തിച്ചാൽ, അല്ലാഹു എന്നോടൊപ്പമുണ്ട്, ഞാൻ എന്തിനാണ് പിന്നെ ദുഃഖിക്കുന്നത്? ആ ഒരു ചിന്ത മനസ്സിൽ വന്നാൽ അല്ലാഹ് പറയുന്നു, ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അവൻ അല്ലാഹു സമാധാനം ഇറക്കി കൊടുക്കും. സിദ്ദീഖുകൾക്ക് സമാധാനം കൊടുത്തു. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, കാണാൻ പറ്റാത്ത സൈന്യത്തെ ഇറക്കിയിട്ട് അല്ലാഹു സഹായിക്കുന്നതാ. ആസിം റളിയല്ലാഹു തആല അൻഹുവിനെ ചതിയിലൂടെ പിടിച്ചു കൊണ്ടുവന്ന് മക്കയിൽ വെച്ച് കൊല്ലാൻ പോവുകയാ. 10 പേരിൽ 9 ആസിം തങ്ങളാ. സഹോദരങ്ങളെ, ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു 10-ാമനാണ്. 9-ാമത്തെ ആസിം റളിയല്ലാഹു തആല അൻഹുവിനെ ക്രൂരമായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിൽ വിശ്വസിച്ചതിന്റെ പേരിൽ കൊല ചെയ്യുമ്പോ അവസാനം മരണത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാ. കഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് മരണത്തിന്റെ മുന്നിലേക്ക് നടന്നെടുക്കുമ്പോൾ ആസിം റളിയല്ലാഹു തആല അൻഹു പടച്ചവനോട് ദുആരന്നു, അല്ലാഹുവേ, എനിക്ക് രക്തസാക്ഷിത്വം നീ തരുമ്പോൾ നിനക്ക് സുജൂദ് ചെയ്യാത്ത
ഒരു ധിക്കാരി എന്റെ ശരീരത്ത് തൊടല്ലേ അല്ലോ. എന്റെ ശരീരം പരിപാവനമാണല്ലോ, എനിക്ക് നീ തരുന്ന ഷഹാദത്ത് ചില്ലറ കാര്യമല്ലല്ലോ. ഒരു സുജൂദ് ചെയ്യാത്ത ഒരുത്തന്റെ കൈ എന്റെ ശരീരത്ത് തൊടല്ലേ റബ്ബേ. എന്റെ മയ്യത്ത് ചന്ന ഭിന്നമാക്കല്ലേ അല്ലാ, വികൃതമാക്കല്ലേ തമ്പുരാനെ. ആ സമയത്ത് അല്ലാഹു ദുആ സ്വീകരിച്ചു. അവിടെ ആരെയാ അല്ലാഹു ഇറക്കി കൊടുക്കുക? മദീനയിലാണ് അല്ലാഹുവിന്റെ ഹബീബും പരിവാരങ്ങളും ഉള്ളത്. ചതിയിലൂടെ കൊണ്ടുവന്ന് മക്കയുടെ ബൗണ്ടറിക്ക് വെളിയിൽ മസ്ജിദ് ആയിഷയുടെ ചാരത്ത് തൻഈം എന്ന് പറയുന്ന ബൗണ്ടറിക്ക് വെളിയിൽ വെച്ച് 9-8 പേരെയും കൊന്നു. ഇനി 2 പേരേ ഉള്ളൂ. ഒന്ന് ഹുബൈബാണ്, മറ്റൊന്ന് ആസിം തങ്ങൾക്ക് എങ്ങനെയാണ് അല്ലാഹു സഹായം കൊടുക്കുക? എന്റെ ശരീരം വികൃതമാക്കാൻ ശത്രുക്കളെ അനുവദിക്കല്ലേ എന്ന് ദുആ ചെയ്തല്ലോ. അവിടെ അല്ലാഹുവിന്റെ സൈന്യം വന്നു. ആ സൈന്യം നമ്മൾ ഇസ്രായേലിലും വരുമെന്ന് പ്രതീക്ഷിക്കുകയാ. അല്ലാഹു ഇടയാക്കട്ടെ. എന്ത് സൈന്യമാണ് അല്ലാഹു ആസിം തങ്ങൾക്ക് ഇറക്കി കൊടുത്തത്? ആസിം തങ്ങളെ തൊടാൻ പറ്റാതെ 4 ഭാഗത്ത് തേനീച്ച വളയുകയാ. തേനീച്ച കൂട്ടങ്ങളെ വളച്ചങ്ങ് നിർത്തുകയാ. ആസിം തങ്ങളുടെ ശരീരത്ത് തൊടാൻ ഒരു ശത്രുവിന് കഴിയുന്നില്ല. ആസിം റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് ശരീരത്തിലെ ജനാസയില് ഒരാളും തൊടാൻ കഴിയാതെ പ്രിയപ്പെട്ടവരെ തേനീച്ച മൂടുകയാ. അവിചാരിതമായി എവിടെ നിന്നോ ഒരു മഴ വന്ന് പെയ്ത് ഒലിച്ചു വരികയാ. എവിടെ നിന്നോ ഒരു മഴ വന്നു. ആസിം തങ്ങളുടെ മയ്യത്തങ്ങ് കൊണ്ടുപോവുകയാ. ഒരു ശത്രുവിന് പോലും തൊടാൻ കഴിഞ്ഞില്ല. ഇത് അല്ലാഹു ഉണ്ട് എന്നൊരു ബോധ്യം എന്നതിന്റെ പേരിൽ അല്ലാഹു കൊടുത്തതാ. അതുകൊണ്ട് എവിടെ നിന്ന് ശത്രുക്കളുടെ ഭീതി, ശത്രുക്കളിൽ നിന്നുള്ള ചതി, ശത്രുക്കളിൽ നിന്നുള്ള വധഭീഷണി, ഇതെല്ലാം നമ്മൾ നേരിടുമ്പോൾ അല്ലാഹു പറയുന്നു ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹു കൂടെയുണ്ട്. പിന്നെന്തിനാ നിങ്ങൾ ദുഃഖിക്കുന്നത്? അരുതേ, ദുഃഖിക്കരുതേ, സങ്കടപ്പെടരുതേ, വേദനിക്കരുതേ. അതുകൊണ്ട് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് കേവലം മനുഷ്യനെ അല്ലാഹു പടച്ചിരിക്കുന്നത് അവനെ ക്ലേശത്തിലായി കൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ പടച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ദാസന്മാരോട് ലാ തഖ്നതു എന്ന് പറഞ്ഞു. യാക്കൂബ് നബി മക്കളോട് ലാ തയഅസു എന്ന് പറഞ്ഞു. യൂസുഫ് നബി സഹോദരനോട് ലാ തബ്തഇസ് എന്ന് പറഞ്ഞു. ശുഐബ് നബി മൂസാ നബിയോട് ലാ തഖഫ് എന്ന് പറഞ്ഞു. അഷ്റഫുൽ ഖൽഖ് സിദ്ദീഖ് തങ്ങളോട് ലാ തഹ്സൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് യാതൊരു വിഷയത്തിലും ഭയപ്പാടും പ്രയാസവും വിഷമവും സങ്കടവും വേണ്ട. അല്ലാഹു അതെല്ലാം മാറ്റിത്തരാൻ വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. വിശ്വാസികളെ സഹായിക്കേണ്ട ബാധ്യത ലോകത്തിന്റെ ഭരണാധികാരികൾക്കല്ല, സംഘടനാ നേതാക്കന്മാർക്കല്ല. അല്ലാഹു മുസൽമാനെ സഹായിക്കേണ്ട ബാധ്യത സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. അല്ലാഹുവിന്റെ സഹായം അവൻ തന്നെ ഏറ്റെടുത്തിരിക്കാൻ. അല്ലാഹു ആ സഹായം എത്രയും വേഗം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.